ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെയർ തിങ്സ് വെൻ റോങ് അൺഎക്സ്പെക്റ്റഡ്ലി. ഈ തിങ്സ് വെൻ റോങ് അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസ്ക്രൈബ് എ ടൈം യു ഫെയിൽഡ്, ഡിസ്ക്രൈബ് എ ടൈം വെയർ യുവർ പ്രയോറിറ്റീസ് ഹാഡ് ടു ചേഞ്ച്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ചില സ്റ്റാർ സ്റ്റോറീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ചില സ്റ്റാർ സ്റ്റോറീസ് ആൻസർ ചെയ്തിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, ടെൽ മീ അബൌട്ട് എ ടൈം ദാറ്റ് യു ഹാവ് ഫെയിൽഡ് എന്ന് പറയുമ്പോഴത്തേന് യു ആക്ച്വലി ആൻസർ മിസ്റ്റേക്ക് ആസ് വെൽ. ശരിയല്ലേ? അപ്പം ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെയർ തിങ്സ് വെൻ റോങ് അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയുമ്പോഴത്തേന് യു മൈറ്റ് ഈവൻ ആൻസർ അൺസർട്ടൻറ്റി ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ കുറച്ച് സ്റ്റാർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേന്, ലൈക്ക് ഇഫ് യു ഹാവ് എ സെറ്റ് ഓഫ് സ്റ്റാർ ക്വസ്റ്റ്യൻസ് ലൈക്ക് 10 to 15 സിറ്റുവേഷൻസ്, വി മൈറ്റ് ആൻസർ ഓൾ ഓഫ് ദം സെപ്പറേറ്റ്ലി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യന് അനുസരിച്ച് വേണ്ടിയുള്ള ഫോക്കസിലും ഇതിൽ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഫോക്കസിനും ഓറിയന്റേഷനിലും വേണം ആൻസർ ചെയ്യാനായിട്ട്. സോ ഡിസ്ക്രൈബ്, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെയർ തിങ്സ് വെൻ റോങ് അൺഎക്സ്പെക്റ്റഡ്ലി. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് എംപ്ലോയറിന് അറിയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു യു റിയാക്ട് വെൻ തിങ്സ് ഡോണ്ട് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ? ക്യാൻ യു സ്റ്റേ കാം അണ്ടർ പ്രഷർ? ഹൗ ഡു യു അപ്രോച്ച് അൺഎക്സ്പെക്റ്റഡ് ചാലഞ്ചസ്? Do you take ownership or look for someone to blame? How do you communicate during uncertainty? Can you learn from your setbacks and improve future outcomes? So, എല്ലാ വർക്ക് പ്ലേസസിലും ആസ് യൂഷ്വൽ ദർ ആർ അൺഎക്സ്പെക്റ്റഡ് ഇഷ്യൂസ്. അപ്പം എംപ്ലോയറിന് യഥാർത്ഥത്തിൽ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ യു someone who will take the initiative to help solve problems when things get difficult? സോ ഇതിൻ്റെ ഒരു സ്ട്രോങ് ആൻസർ എന്ന് പറയുമ്പോഴത്തേന് വി നീഡ് ടു ഹാവ് എ ജെന്യൂൺ അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലം ഓർ സെറ്റ് ബാക്ക്. പിന്നെ നമ്മൾ നല്ല പോലെ എങ്ങനെ കാമായിട്ടും പ്രൊഫഷണലായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്തു എന്ന് നമ്മൾ കാണിക്കണം. നമ്മൾ ആ സിറ്റുവേഷനിൽ എടുത്ത ഓണർഷിപ്പിനെ പറ്റിയും അക്കൗണ്ടബിലിറ്റീനെ പറ്റി നമ്മൾ സംസാരിക്കണം. മറ്റുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ എങ്ങനെ കൊളാബറേറ്റ് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറയണം. ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ ആൻസേഴ്സ് ഏകദേശം ഒരേ ടെംപ്ലേറ്റിലാണ് ഇരിക്കുന്നത്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ നമ്മൾ ഷോക്കേസ് ചെയ്യണം, നമ്മൾ റെസ്പോൺസിബിലിറ്റി നല്ലപോലെ ഷോക്കേസ് ചെയ്യണം, പിന്നെ നമ്മുടെ കാം നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലിസം നമ്മൾ കാണിക്കണം, പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസും അനലിറ്റിക്കൽ സ്കിൽസും കാണിക്കണം. ആൻഡ് ഫൈനലി വി നീഡ് ടു ഹാവ് എൻ എക്സാമ്പിൾ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഔട്ട്കം or a meaningful learning. So the best answer doesn't focus on the failure, it always focus on how you responded to it. So ഞാൻ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തിരിക്കുന്നത് ടെസ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടാണ്, ഇൻ സ്റ്റാർ ഫോർമാറ്റിലാണ് ഞാൻ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും, in one of our testing cycles we were preparing for a production release when an important workflow suddenly started failing intermittently in the staging environment. So the issue atra consistent ആയിരുന്നില്ല, which made it difficult to identify the root cause. അപ്പം റിലീസ് ഡെഡ് ലൈൻ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് ഇറ്റ് ക്രിയേറ്റഡ് പ്രഷർ അക്രോസ് QA ആൻഡ് ഡെവലപ്മെന്റ് ടീംസ്. സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫൈനൽ ടെസ്റ്റിംഗ് ആണ്, പ്രൊഡക്ഷൻ റിലീസ് ആണ്, ഒരു ക്രിട്ടിക്കൽ യൂസർ വർക്ക് ഫ്ലോ പെട്ടെന്ന് വർക്ക് ചെയ്യാതായി. ലൈക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല,
സോ ഇഷ്യൂ ഒട്ടും കൺസിസ്റ്റന്റും അല്ല. അപ്പം എൻ്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ടാസ്ക് വാസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഇഷ്യൂ ക്വിക്ലി, പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ടു ദ ടീം, കമ്മ്യൂണിക്കേറ്റ് റിസ്ക് ക്ലിയർലി ആൻഡ് സപ്പോർട്ട് ദ ടീം ഇൻ മേക്കിംഗ് ദ റൈറ്റ് റിലീസ് ഡിസിഷൻ. സോ ഇതിന്റെ ആക്ഷൻ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, റാദർ ദാൻ ജമ്പിംഗ് ടു കൺക്ലൂഷൻ, ഐ ഫോക്കസ്ഡ് ഓൺ ഗ്യാതറിംഗ് എവിഡൻസ്. ഐ റിവ്യൂഡ് ലോഗ്സ്, അനലൈസ് ടെസ്റ്റ് റിസൾട്ട്സ്, റീപ്രൊഡ്യൂസ് ഡിഫറെന്റ് സിനാരിയോസ് and work closely with developers and business stakeholders to understand the conditions under which the issue occurred. അപ്പം ഒരുപാട് റൗണ്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷന് ശേഷം വി ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോബ്ലം ഓൺലി അപ്പിയർഡ് ഡ്യൂറിംഗ് ഹൈ റെസ്പോൺസ് ഡിലേ സിറ്റുവേഷൻസ് വിച്ച് ഹാഡ് നോട്ട് ബീൻ കവേർഡ് ഇൻ അവർ ഒറിജിനൽ ടെസ്റ്റിംഗ് സിനാരിയോസ്. സോ ഞാൻ എൻ്റെ ഫൈൻഡിങ്സ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തു, ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ഡെവലപ്പേഴ്സ് ടു വാലിഡേറ്റ് ദ ഫിക്സ്. പിന്നെ നമ്മൾ നമ്മുടെ ടെസ്റ്റിംഗ് അപ്രോച്ചും റിവ്യൂ ചെയ്തു. ഇതുപോലുള്ള സിമിലർ സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാം. സോ ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണ്? The root cause was identified before deployment and the fix was implemented successfully. The release went ahead without major production impact, and the additional test coverage helped reduce the likelihood of similar issues occurring in future releases. The situation also strengthened collaboration between QA and development teams because everyone had visibility into the issue and the solution. So, ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? One of the biggest lessons that I learned out of it is that unexpected problems are often less about technical difficulty and more about how you respond under pressure. I learned the importance of staying calm, gathering facts before making assumptions, and communicating clearly even when all the answers aren't available yet. സോ ഞാൻ നല്ലപോലെ പഠിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അല്ല അൺഎക്സ്പെക്ടഡ് പ്രോബ്ലംസിൽ. ഇറ്റ് ഈസ് മോർ അബൌട്ട് ഹൗ യു റെസ്പോണ്ട് അണ്ടർ പ്രഷർ. ടെക്നിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഐ ഓൾസോ ലേൺ ദാറ്റ് കൊളാബറേഷൻ ഇസ് ഓഫൻ ദ ഫാസ്റ്റസ്റ്റ് പാത്ത് ടു സോൾവിംഗ് complex problems. So, working closely with developers and stakeholders helped us identify the issue much faster than working in isolation. So, there is many learnings that I have come across while dealing with this situation. അപ്പം കൊളാബറേഷൻ വളരെ ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലപോലെ കാമാണെന്നുണ്ടെങ്കിൽ കാമായിട്ട് നമ്മൾ ഫാക്ട്സ് ഒക്കെ ഗ്യാദർ ചെയ്ത് കമ്പോസ്റ്റും പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷനെ റീപ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ പീപ്പിൾ ഓൾവേസ് ലുക്ക് അപ്പോൺ അസ് ഇഫ് യു ക്യാൻ ഹാൻഡിൽ when things are not really going well. So നമ്മുടെ answer is very good because it shows problem solving, ownership, adaptability, communication skills കാണിക്കുന്നുണ്ട്, collaboration കാണിക്കുന്നുണ്ട്, decision making under pressure കാണിക്കുന്നുണ്ട്, and continuous improvement കാണിക്കുന്നുണ്ട്. And these are exactly the qualities employers are looking for when they ask this question. സാധാരണ കാൻഡിഡേറ്റ്സ് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നൊക്കെ കഴിഞ്ഞാൽ ദേ ഓൺലി ടോക്ക് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് കുറച്ച് ബ്ലെയിം ഒക്കെ ചെയ്യുന്നു ആൻഡ് ടോക്കിംഗ് അബൌട്ട് പാനിക് ആൻഡ് സ്ട്രെസ്. നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാനിക് ആയിപ്പോയെന്ന് സ്ട്രെസ് ആയിപ്പോയെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറയരുത്. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് ജഡ്ജ്ഡ് ആയിപ്പോവും. അപ്പം നമ്മൾ അതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് വേണം പറയാൻ. അതല്ലാതെ ഞാനൊരു പാനിക് പേഴ്സൺ ആണെന്നും ഞാനൊരു സ്ട്രെസ്ഫുൾ പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ഈവൻ നമ്മുടെ ഇന്റർവ്യൂ വരെ ചിലപ്പം ബാക്ക് ഫയർ ചെയ്തേക്കാം. സോ നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പേഴ്സണാലിറ്റി എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ കൊടുക്കരുത്. ഓൾവേസ് ടോക്ക് അബൌട്ട് ഹൗ what were the actions that you took and what did you learn and what was the result that you got. So പിന്നെ ചില കേസസിൽ കാൻഡിഡേറ്റ്സ് say about certain situations where there is no outcome or learning. അപ്പം ഇങ്ങനെയൊക്കെയുള്ള യൂഷ്വൽ മിസ്റ്റേക്സ് നമ്മൾ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ലൈക്ക് എവറിഥിങ് വെന്റ് റോങ് ആൻഡ് വി ഹാഡ് എ മേജർ ഇഷ്യൂ എന്ന് പറയുന്നതിന് പകരം വി ക്യാൻ സേ ദാറ്റ് ഐ ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രോബ്ലം, കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി ആൻഡ് വർക്കിംഗ് വിത്ത് ദ ടീംസ് ടു ഫൈൻഡ് ദ റൂട്ട് കോസ്. സോ അതല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ലൈക്ക് ഡെവലപ്പറാണ് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പറയുന്നതിന് പകരം വി ക്യാൻ സേ ദാറ്റ് വി കൊളാബറേറ്റഡ് അക്രോസ് ടീംസ് ടു ഐഡന്റിഫൈ ദ കോസ് ആൻഡ് ഇംപ്ലിമെന്റഡ് എ സൊല്യൂഷൻ. So, employees often value calmness under pressure, your accountability and teamwork, practical problem solving and clear communication. A candidate who says like, when things went wrong, I stayed calm, worked with the team and helped solve the problems. അങ്ങനെ ഉള്ള candidate ആണ് എപ്പോഴും ഒരു stronger impression make ചെയ്യുന്നത് than someone who focus only on the failure itself. So, to conclude, unexpected problems happen in every workplace. What matters most is staying calm,
taking ownership, communicating clearly, working collaboratively, and learning from the experience, because employers know that the problems are unavoidable. They are looking for people who can respond professionally when those problems appear. So ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So this is it. Thank you. Hope this helps. Small steps, big wins.